പഴയ നിയമ ഭക്തനാകുന്ന അബ്രഹാമിന്റെ മകനാകുന്ന ഇസഹാക്കിന്റെ മകനാകുന്ന യാക്കോബിന്റെ പ്രാർത്ഥന നമുക്കറിയാം. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെയുള്ള ആ ശ്രേഷ്ഠതയേറിയ ആ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് അവനെ ശ്രേഷ്ഠതയേറിയ നിലയിൽ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ അനുഗ്രഹിക്കുന്ന സമയത്ത് ദൈവം അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, ഞാൻ യാക്കോബ, ഞാൻ സാധുവാകുന്ന ഒരു മനുഷ്യനാ എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ഇവന്റെ പേര് മാറ്റിയിട്ട് അവനോട് പറഞ്ഞു, നീ ഇന്നു മുതൽ ഇസ്രയേൽ എന്ന് അറിയപ്പെടും. അന്നു മുതൽ ഇസ്രയേലിന്റെ ജനനം ആരംഭിക്കുകയാണ്. അപ്പോൾ എന്താ അതിനകത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടുന്നത്? ഇസ്രയേൽ എന്ന് പേരിട്ടത് ദൈവമാണ്. ഞാൻ എൻ്റെ മകന് ഒരു സ്നേഹമുള്ള പേര് വിളിക്കുന്നത് പോലെ അപ്പൻ മകനെ താലോലിച്ച് കൊഞ്ചിച്ച് വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പേര് ഈ യാക്കോബിന് അവൻ ഇട്ടുകൊടുത്തിട്ട് പറയുക, ഇന്നു മുതൽ നീ ഇസ്രയേൽ ആയിരിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലെ, പേരിട്ട അപ്പൻ ഈ മക്കളെ വെറുതെ പറഞ്ഞു വിടുവോ? ഇല്ല. അതുകൊണ്ടാണ് എവിടെ പോയാലും അവൻ വിജയിച്ചോണ്ടേയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ മേൽ അനേക യുദ്ധങ്ങൾ കടന്നു വന്നു. പക്ഷേ ആ യുദ്ധങ്ങളിലെല്ലാം സംഭവിച്ചത് ശ്രദ്ധിച്ച് അവരുടെ രാജ്യം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭൂപടത്തിൽ വെറും പൊട്ടുപോലെ മാത്രം കാണുന്ന ഇസ്രയേൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്ന് നോക്കിക്കേ, ഓരോ ദിവസവും വിശാല ഇസ്രയേലിലേക്ക് വർദ്ധിച്ച് പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ